വേറിട്ട ശബ്ദവൈഭവം കൊണ്ട് മിമിക്രി വേദികളെ ചിരിയുടെ പൂരപ്പറമ്പാക്കിയ കൊമേഡിയൻ സന്തോഷ് അഞ്ചൽ. PPTMY മലപ്പുറം ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകനായ സന്തോഷ് 25 വർഷമായി അനുകരണ കലാരംഗത്ത് സജീവം. സ്കൂൾ തലം മുതൽ മിമിക്രിയെ ഒപ്പം കൂട്ടിയ സന്തോഷ് ബിഗ് സ്ക്രീനിലെ അനശ്വര കഥാപാത്രങ്ങളെ ഇന്നും തന്റെ ശബ്ദത്തിലൂടെ അനുകരിച്ച് അവരെ കൂടുതൽ ജനപ്രിയരാക്കുന്നു. ചിരിയുടെ ഈ പൂങ്കാവനത്തിലേക്ക് സന്തോഷ് അഞ്ചലിനെ സ്വാഗതം ചെയ്യുന്നു. മലയാളം സാറാണ്. നമസ്കാരം സാർ. അപ്പൊ ഇന്ന് നമുക്ക് വേണ്ടി എന്താണ് സാറ് ചെയ്യാൻ പോണേ? നമ്മള് വാർത്തകള് എല്ലാവരും കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്, അറിവ് ശേഖരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ വർഷത്തെ ഫ്ലവേഴ്സിന്റെ അവാർഡ് നേടിയത് റിപ്പോർട്ടർ ചാനൽ ചീഫ് MV നികേഷ് കുമാറിനാണ്. നമ്മളെ ഫ്ലവേഴ്സ് ചാനല് ഇപ്പൊ തുടങ്ങാൻ പോകുന്നു. ന്യൂസ് ചാനൽ ഫ്ലവേഴ്സിന്റെ ന്യൂസ് ചാനലില് നികേഷ് കുമാർ വാർത്ത വായിച്ചാൽ ഈ വാർത്തയില് ഒരുപാട് രാഷ്ട്രീയ പ്രവർത്തകരുടെ വന്നു പോകും അല്ലേ? നമസ്കാരം, ഫ്ലവേഴ്സ് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിവിധ രാഷ്ട്രീയ നേതാക്കന്മാർ നടത്തുന്ന വാർത്താ സമ്മേളനമാണ് ഫ്ലവേഴ്സ് ന്യൂസ് ചാനലിൽ അവതരിപ്പിക്കുന്നത്. മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ രാജിവെക്കുന്നതിന് മുമ്പായിട്ട് മാവേലിക്കരയിൽ നടത്തിയ വാർത്താ സമ്മേളനം ഫ്ലവേഴ്സ് സംപ്രേക്ഷണം ചെയ്യുന്നു. തിരുവഞ്ചൂരിന്റെ വാർത്താ സമ്മേളനം ആഭ്യന്തര വകുപ്പിന്റെ ഏറ്റവും വലിയ സുവർണ്ണ കാലഘട്ടം. എന്റെ വ്യക്തി ജീവിത പുറത്ത് ഈ നാടകം എന്നോട് വേണ്ട. തിരുവഞ്ചൂരിനോട് ഉമ്മൻചാണ്ടി തുടരാൻ പറഞ്ഞാൽ ഞാൻ തുടരും, നിർത്താൻ പറഞ്ഞാൽ നിർത്തും. ഈ ലാലിസം ശരിക്കൊരു സാഡിസം തന്നെ നിർത്തും. വളരെയധികം നന്ദിയുണ്ട്. തിരുവഞ്ചൂരിന്റെ വാർത്താ സമ്മേളനം കഴിഞ്ഞു. മൂന്നാർ പ്രശ്നം പുകയുമ്പോൾ CPIയും CPMും തമ്മിൽ ഇടയുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. CPIയുടെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ സഖാവ് പന്നിയൻ രവീന്ദ്രൻ മൂന്നാറിൽ വാർത്താ സമ്മേളനം നടത്തുന്നു. പന്നിയന്റെ വാർത്താ സമ്മേളനം പാർട്ടിക്കാർ പ്രശ്നമല്ലോ. നമ്മളെ പാർട്ടി ഏതാണ്? CPI. ആരുടെ പാർട്ടിയാണ്? നമ്മുടെ പാർട്ടിയാണ്. ആരാ മൂന്നാർ കയ്യേറിയത്? കുടിയേറ്റക്കാർ. ആര് ഒഴിപ്പിക്കുന്നു? മാഫി ഒഴിപ്പിക്കുന്നു. നമ്മളെ പാർട്ടി ഏതാണ്? CPI ആണ്. രാജേന്ദ്രനാണ്, സ്ട്രോങ് ആണ്. അശ്വൻ കളക്ടറാണ്, അതിൽ സ്ട്രോങ് ആണ്. യാതൊരു പ്രശ്നമില്ല. CPIയുടെ ഓഫീസായാലും ഒഴിക്കണം. യാതൊരു നിയമസഭയിലെ 2 ധനകാര്യ വകുപ്പ് മന്ത്രിമാർ തമ്മിലുള്ള വാർത്താ സമ്മേളനമാണ് ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത്. ഡോക്ടർ തോമസ് ഐസക്കും മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KM മാണിയും തമ്മിലുള്ള വാർത്താ സമ്മേളനം ഇതാ തിരുവനന്തപുരത്തു നിന്നും തത്സമയം ഫ്ലവേഴ്സ് ചാനൽ റിപ്പോർട്ട് ചെയ്യും. ശ്രീ തോമസ് ഐസക് പ്രസ് ക്ലബിൽ എത്തിയിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെ KM മാണി സാറും എത്തിയിട്ടുണ്ട്. തോമസ് ഐസക്കിന്റെ വാക്കുകൾ MTയുടെയും ബഷീറിന്റെയും കഥയിലെ കഥാകാരന്മാരെയൊക്കെ ഇങ്ങനെ കഥാപാത്രങ്ങളാക്കി 3 മണിക്കൂർ നേരം ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് ഒരു രസമല്ലേ സർ? കഴിഞ്ഞ തവണ ഞാൻ ശ്രീനാരായണ ഗുരുവിന്റെ ആദർശങ്ങളെയാണ് കോട്ട് ചെയ്തത്. 350 കോടി രൂപയിലെ സാർ നമ്മൾ ജില്ലാ പഞ്ചായത്തിന് അനുവദിച്ചത്. 250 കോടി രൂപയിലെ സാർ നമ്മൾ ബ്ലോക്ക് പഞ്ചായത്തിന്. അപ്പൊ ബഡ്ജറ്റ് ചോർന്നു എന്ന് പറയുന്നതിൽ എന്ത് വാസ്തവമാണ് മാണി സാർ ഉള്ളത്? സത്യമാണ്. പ്രതിപക്ഷം പറയുന്ന പോലെ എക്കണോമിക്സ് ഇസ് എ സോഷ്യൽ സയൻസ്. ഡിമാൻഡും സപ്ലൈയും തമ്മിൽ ഈക്വലാകണം. പെർ ക്യാപിറ്റ ഇന്ത്യയിൽ വന്ന വേരിയേഷനാണ്. തിയറിയിൽ തെറ്റ് വന്നിരിക്കുന്നു. കഥാപാത്രങ്ങളല്ല ഐസക് ബഡ്ജറ്റ് ജനപ്രിയമായിരിക്കണം. വളരെയധികം നന്ദിയുണ്ട് തോമസ് ഐസക്കിനും ഒപ്പം തന്നെ KM മാണി സാറിനും. ഇപ്പോൾ നമ്മളോടൊപ്പം ന്യൂസ് അവറിൽ പങ്കെടുക്കുന്നത് SNDPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറുമാണ്. വെള്ളാപ്പള്ളി നടേശനോട് ചോദിക്കുന്നു, ഫ്ലവേഴ്സിലെ ഏറ്റവും ഹിറ്റ് പ്രോഗ്രാം കോമഡി ഉത്സവത്തിനെ കുറിച്ച് എന്താണ് വെള്ളാപ്പള്ളിയുടെ അഭിപ്രായം?
ഗുരുദേവൻ പറയുന്ന കാര്യങ്ങളല്ല ചോദിച്ചത്. ഫ്ലവേഴ്സിന്റെ ഇന്നത്തെ നിലവാരം ലോകത്തുള്ള മലയാളികളെല്ലാം ഇരു കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുന്നു. വെള്ളാപ്പള്ളി സാർ എങ്ങനെയാണ് ഇത്രയും റേറ്റിംഗ് കടന്നു കിട്ടിയത്? മിഥുനെന്ന ചെറുപ്പക്കാരന്റെ അവതരണം തന്നെയാണ്. കൂടെ നിൽക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുന്നതിൽ ഇങ്ങനൊരു അവതാരകൻ മറ്റൊന്നുമില്ല. ഗ്രൂമിംഗ് സെക്ഷനിലെ ഷിബുവും സതീഷിൻ്റെയും ഒക്കെ ആ ഒരു ചരടാണ് പുതിയ കലാകാരന്മാരെ ഫ്ലവേഴ്സിന്റെ ഭൂപടത്തെ ലോകത്ത് മുമ്പിൽ കാണിച്ചു കൊടുക്കുന്നത്. എന്ത് പറയുന്നു വെള്ളാപ്പള്ളി സാർ? ഒരു ചാനൽ ഒരു പ്രോഗ്രാം ഉത്സവം ഒരു അവതാരകൻ നമ്മളെ അപ്പൊ അതുകൊണ്ട് പറയാ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാർ ഒരുപാട് പേർ താങ്കളുടെ ശബ്ദത്തെ അനുകരിച്ചിട്ടുണ്ട്. താങ്കളുടെ മുമ്പിൽ ഫിഗർ ഷോകൾ ചെയ്യും, എല്ലാം തമാശയായി താങ്കൾ എടുക്കുന്നു. ഉമ്മൻചാണ്ടി സാർ എന്ത് പറയുന്നു ഈ കോമഡി ഉത്സവത്തെ കുറിച്ച്? അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ ടെൻഷൻ മാറ്റിക്കിട്ടുന്നത് ഈ ജനപ്രിയ ഉത്സവം കാണുമ്പോഴാണ്. അതുകൊണ്ട് ഇതിന് എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളുമായിട്ട് ഫ്ലവേഴ്സ് ചാനൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നു. നന്ദി, നമസ്കാരം. എനിക്ക് ഈ ക്യാമറയ്ക്കകത്ത് കൊള്ളിക്കാനുള്ള പാടേ ഉണ്ടായിരുന്നുള്ളൂ. അത്ര ഗംഭീരമായിട്ട് ഇത് ചെയ്തു. തകർത്തു അസാധ്യമായിരിക്കും. ഒരു അധ്യാപകൻ എന്നുള്ള നിലയിലേക്കും ഈ അധ്യാപക ഇതിനിടയിലും ഇത് സമയം കളയാതെ ഇത്ര അത് പെർഫെക്റ്റ് ആയിട്ട് കാണിക്കുന്നില്ല. ഞാൻ വേറെ അടുത്ത കാലത്ത് ഇത്ര നല്ലൊരു എല്ലാവരെയും ഇത്ര പെർഫെക്റ്റ് ആയിട്ട് കാണിച്ചിട്ടുള്ള പ്രോഗ്രാം കണ്ടിട്ടില്ല. അത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഒരാളുടെ ശബ്ദത്തിൽ നിന്ന് പെട്ടെന്ന് അടുത്ത് കണക്ട് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരുന്നത്. ജയറാമേട്ടന് പത്മശ്രീ കിട്ടിയിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഈ 25ാം വർഷത്തിൽ അനുകരണ വർഷത്തിൽ എനിക്ക് കിട്ടിയ പത്മശ്രീയാണ് അങ്ങയുടെ. ഒരു കാര്യം കൂടി, എൻ്റെ സ്കൂള് PPTMI HS ആണ്, ചേറൂരാണ്. ആ സ്കൂളിലെ എല്ലാവർക്കും ജയറാമേട്ടൻ ഒരു ഹായ് പറയണം. നിങ്ങളുടെ എല്ലാം ഒരു ഭാഗ്യവും പുണ്യവുമാണ് ഇത്രയും നല്ല ഒരു അധ്യാപകൻ. പിന്നെ നിങ്ങൾക്ക് അഭിമാനിക്കാവുന്ന ഒരു അധ്യാപകനാണ്. എന്തായാലും ചേരൂർ സ്കൂളിലെ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും അധ്യാപക സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും അതെ ഹായ്. മാത്രമല്ല ജയറാമേട്ടാ, ഇനി തൊട്ട് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് സാറിന് മിമിക്രി കാണിച്ചിട്ട് തുടങ്ങി. അങ്ങനെ ചെയ്യാറുണ്ടോ അവിടെ? അല്ലേ? വേറെ ഈ രാഷ്ട്രീയക്കാരല്ലാതെ വേറെ ആരുടെയെങ്കിലും സ്വന്തം കാണിക്കാറുണ്ടോ? കഴിഞ്ഞ വർഷം ചെയ്തത് ഈ ലഹരിക്കെതിരായിട്ട് ഈ സിനിമാ താരങ്ങൾ ഈ ഡയലോഗ് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് കുട്ടികളെ ഞാൻ പറഞ്ഞു. അപ്പോൾ അത് നമ്മളെ ലാലു അലക്സ് ആ തിയേറ്ററിലുള്ള ആ പരസ്യം കുട്ടികളടുത്ത് പറഞ്ഞാൽ എങ്ങനെ ഈ നയനത്തിന് എന്താ പറ്റും മക്കളെ? ഒരിടത്ത് പോക മറ്റൊരിടത്ത് ചാരം. എന്തേ ആരും ഒന്നും മിണ്ടാതെ സഹിക്കുന്നത്? പുക വലിക്കല് മക്കളെ, വലിക്കാൻ അനുവദിക്കരുത്. യെസ്, ഐ ആം സീരിയസാ. പോട്ടെ മക്കളെ. നമുക്ക് ഇപ്പൊ ഫുള്ള് കാണിപ്പിക്കാത്ത എന്താ അറിയോ? ഇനി ഇങ്ങോട്ട് കൊണ്ടുവരാനുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനി ബാക്കി നമ്പറുകൾ കൈ വെച്ചേക്കാൻ പറഞ്ഞേക്കാണ്. വീണ്ടും ഇവിടെ കൊണ്ടുവരണം. കാരണം സാർ അത്ര നല്ല പെർഫോമൻസ് അല്ലായിരുന്നോ അച്ഛാ? അപ്പോ താങ്ക് യു സർ, ഗംഭീരമായിരുന്നു പെർഫോമൻസ്. താങ്ക്സ് അലോട്ട്. എല്ലാവരും ഓഡിയൻസ് പ്ലീസ് സർ.